സ്വാമി പറയുകയാണ്, ഇപ്പോൾ കുട്ടിക്കുണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞവർക്ക് പിന്നീട് കണ്ടിട്ടേ ഇല്ല. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്നും തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടാണ് കുട്ടി ഇപ്പോൾ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്തപകടം, എന്താണ് സ്വാമി ഉദ്ദേശിക്കുന്നതെന്ന് തെളിച്ചു പറഞ്ഞാൽ നന്നായിരിക്കും. കുട്ടി ഈ പറഞ്ഞ വർമ്മൻ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയുടെ മരണം സംഭവിച്ചു എന്നുള്ള വാർത്ത ഞാനും വർഷങ്ങൾക്ക് മുൻപ് കേട്ടിട്ടുണ്ട്. അതൊരു സാധാരണ മരണമായിരുന്നോ, അതോ കൊലപാതക മരണമായിരുന്നോ, അതോ അപകട മരണമായിരുന്നോ എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ കുട്ടിക്കുണ്ടായി എന്ന് എന്നോട് പറഞ്ഞ അനുഭവം അത് മാനുഷികമായിരുന്നില്ല, അമാനുഷികമായിരുന്നു. സ്വാമി പറഞ്ഞു വരുന്നത്, അതെ, ഒരുപാട് മനസ്സുകൾ നടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ശുഭകാര്യത്തിന് തടസ്സമാകാൻ കുട്ടി ശ്രമിക്കുന്നു. അത് ആ ആത്മാവിന് തീരെ ഇഷ്ടമാകുന്നില്ല എന്ന് വിചാരിച്ചോളൂ. ആ ശുഭകാര്യം നടക്കരുത് എന്ന ചിന്ത മനസ്സിൽ നിന്നും മാറ്റിക്കോളൂ. പിന്നീട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കുട്ടിക്ക് ഉണ്ടാകില്ല. ആ രണ്ട് ഹൃദയങ്ങളെയും അകറ്റാനുള്ള ചിന്ത മറന്നേ പറ്റൂ. അതിസാന്ദ്രയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം നടക്കില്ല സ്വാമി. അതെന്റെ പ്രണയമായിരുന്നു, അതെന്റെ സ്വപ്നമായിരുന്നു. എന്നിൽ നിന്ന് അതെല്ലാം തട്ടിയെടുത്തത് അവളാണ്. ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിൽ നിന്നും പിന്തിരിയാൻ എനിക്കാവില്ല. അതിന് സ്വാമിയുടെ സഹായം എനിക്ക് വേണം. അതിനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സ്വാമി വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പണം എത്ര ചിലവായാലും അതെനിക്കൊരു പ്രശ്നമല്ല. കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷം മന്ത്രവാദി പറയുകയാണ്, ആദ്യം അത് നേരിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. പിന്നീട് മനസ്സിനെ മരവിപ്പിച്ചു കളയുന്ന രീതിയിൽ സ്വപ്നത്തിലൂടെ ആ പറഞ്ഞ രണ്ട് വ്യക്തികളുടെ ഹൃദയങ്ങളെ ഒന്നാക്കുക എന്ന ദൗത്യമാണ് ശക്തിയായ ആ ആത്മാവിൽ ഉള്ളത്. കാരണമില്ലാതെ ഒരാത്മാവും ജീവിച്ചിരിക്കുന്നവരെ ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യില്ല. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ സഹായത്തിനായും അവർ മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ചില സഹായത്തിനാണ് ഇങ്ങനെ വളരെ അപൂർവമായി ആത്മാക്കൾ എത്താറുള്ളത്. ശരി, ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ലക്ഷ്യത്തിലെത്താൻ എന്തു മാർഗവും ആവാം, പക്ഷേ ഇവിടെ ലക്ഷ്യം ശുഭകരമല്ല. സാരമില്ല എന്ന് പറയുകയാണ് സാന്ദ്ര. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കോളൂ, പക്ഷേ നേരിട്ട് വേണ്ട. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് നടത്തേണ്ടത് മറ്റൊരാൾ വഴി ആയിരിക്കണം, മനസ്സിലായോ? ആത്മാവിന്റെ പ്രതിരോധത്തിന്റെ ശക്തി കുറയുവാനുള്ള ചില പ്രത്യേക പൂജകൾ ഞാൻ ചെയ്യാം. എന്തു പറയുന്നു? വളരെ സന്തോഷം സ്വാമി. ഞാൻ നേരിട്ട് ഇടപെടാതെ ലക്ഷ്യത്തിൽ എത്തിക്കോളാം. പൂജയ്ക്ക് എന്ത് ചിലവ് വരുമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അയ്യോ, അങ്ങനെ കണക്ക് പറഞ്ഞു വാങ്ങുന്ന ഒരു ശീലമൊന്നും നമുക്കില്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം നോട്ടിന്റെ ഒരു കെട്ട് സ്വാമിയുടെ മുൻപിൽ വയ്ക്കുകയാണ് സാന്ദ്ര. പൂജകൾ ചെയ്തതിനു ശേഷം ഞാൻ അറിയിക്കാം. ഒപ്പം ഒരു രക്ഷ കൂടി പൂജിച്ചു തരാം, അത് ധരിച്ചോളൂ. നേരിട്ടും സ്വപ്നത്തിലും ഉള്ള ശല്യം ഒരിക്കലും ഉണ്ടാകില്ല. ശരി സ്വാമി എന്ന് പറഞ്ഞ ശേഷം മനസ്സിൽ വിചാരിക്കുകയാണ് സാന്ദ്ര. അങ്ങനെ ഒരു രക്ഷയുടെ ആവശ്യം വരുമ്പോൾ നോക്കാം. അത്രയും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് സാന്ദ്ര. സാന്ദ്ര പോയ ശേഷം സ്വാമി പറയുകയാണ്, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. രക്ഷ തേടി നീ ഇവിടെ തന്നെ വരും. ആത്മാർത്ഥമായി പ്രണയിക്കുന്ന രണ്ട് ഹൃദയങ്ങളെ അകറ്റാനും അതിന് കാവലായി നിൽക്കുന്ന ശക്തിയെ വെല്ലുവിളിക്കുകയുമാണ് നീ ചെയ്യുന്നത്. കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ വീടാണ്. ശ്രീലക്ഷ്മി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം സരോജത്തോട് പറയുകയാണ്, അമ്മേ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ടോ ആ മോളെ, ഇവിടെ ഒരു 100 കൂട്ടം പണിയുണ്ട്, അല്ലെങ്കിൽ അമ്മ കൂടി വന്നേനെ. നന്നായിട്ട് മനസ്സുരുകി തൊഴുത് പ്രാർത്ഥിക്കണം. എന്റെ മോളുടെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടണം. ശരി അമ്മേ. അന്നേരം സുദർശൻ ചോദിക്കുകയാണ്, മോള് പോകാൻ ഇറങ്ങിയോ? അതെ അച്ഛ, വേഗം പോയിട്ടിങ്ങ് എത്തണം. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നറിയാമല്ലോ. രവിസാറിന്റെ വീട്ടിൽ നിന്നും അവരൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം റെഡിയായിരിക്കണം. ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല. എന്റെ മോളുടെ മൈലാഞ്ചി കല്യാണം കണ്ട് ഈ നീരേറ്റ് കോളനിക്കാരുടെ എല്ലാം കണ്ണ് തള്ളണം. ഒക്കെ കേട്ട് സരോജൻ ചോദിക്കുകയാണ്, അല്ലേ ഇതെന്തു പറ്റി? എന്തു പറ്റാൻ? ഇന്നലെ കണ്ട ആളെ അല്ലല്ലോ ഇത്. ആ തുറന്നാൽ ചൊറിയുന്ന വർത്തമാനവും ദേഷ്യവും തലയ്ക്ക് വട്ടുപിടിപ്പിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ പോലുള്ള പെരുമാറ്റമായിരുന്നല്ലോ കുറച്ചു ദിവസമായിട്ട്. സത്യം പറ ശ്രീടച്ച, ശരിക്കും നിങ്ങളിത് മനസ്സുകൊണ്ട് പറയുന്നത് തന്നെയാണോ? ദർശൻ പറയുകയാണ്, പിന്നല്ലാതെ. എടി, എന്റെ കുടുംബത്തില് സന്തോഷത്തോടെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് ഞാനായിട്ട് ഇനി എന്തിനാണ് പുറംതിരിഞ്ഞു നിൽക്കുന്നത്? എന്തായാലും വേഷം കെട്ടി ഇനി അരങ്ങിൽ ആടിയല്ലേ പറ്റൂ. ആഹാ എന്ന് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ഓടി ശ്രീലക്ഷ്മിയുടെയും സുദർശന്റെയും അടുത്തേക്ക് വരികയാണ് സരോജം. അങ്ങനെ നിങ്ങളിപ്പോ വേറെ ആർക്കാൻ വേണ്ടിയും ഓർക്കാനിക്കേണ്ട. രവിസാറിന്റെയും വീട്ടുകാരുടെയും മുൻപിൽ പൂർണ്ണ മനസ്സോടെ വേണം ശ്രീയുടെ അച്ഛൻ നിൽക്കാൻ. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. മനസ്സെനിക്കുണ്ട് സരോജം. ഇപ്പൊ നീ നിന്റെ നാക്ക് എടുത്തകത്തേക്കിടാൻ നിനക്ക് ഞാൻ വല്ലതും തരണോ? ഓ, ഇപ്പൊ അത് ശരി. ഇപ്പൊ എന്റെ നാക്കായി കുറ്റം. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ. എനിക്കറിയാമായിരുന്നു അവസാനം ഇത് എന്റെ തലയിൽ തന്നെ വരുമെന്ന്. ഞാനാണല്ലോ ഇവിടെ പ്രശ്നക്കാരി. അന്നേരം കളിയാക്കിക്കൊണ്ട് സുദർശൻ ചോദിക്കുകയാണ്, കഴിഞ്ഞോ?
എടി പൊട്ടിക്കാളി KP സരോജം, എന്റെ വായിൽ നിന്നും വരുന്നത് കേൾക്കാതെ ഈ സുദർശന്റെ ഒരു ദിവസം എങ്ങനെ പൂർണ്ണമാകും? എന്നിട്ട് ശ്രീലക്ഷ്മിയോട് പറയണ, എടി നോക്കിയേ മോളെ, നിന്റെ അമ്മയുടെ മുഖം കണ്ടോ? 1000 പൂർണ്ണചന്ദ്രന്മാർ ഒന്നിച്ച് ഉദിച്ചു നിൽക്കുന്നത് പോലെയല്ലേ? ഈ കോളനിയിൽ ഇത്രയും മുഖസൗന്ദര്യമുള്ള വേറെ ആരുണ്ട്? അന്നേരം സന്തോഷത്തോടുകൂടി സരോജം പറയണം, ഓ മതി പുകഴ്ത്തിയത്, പിന്നെ നിങ്ങളും അത്ര മോശമൊന്നും അല്ല. ഇത് കേട്ട് അവർ 3 പേരും ചിരിക്കുകയാണ്. ശ്രീലക്ഷ്മി പറയുകയാണ്, സമാധാനമായി, എനിക്കറിയാമായിരുന്നു രണ്ടാളുടെയും വഴക്ക് അവസാനം ഇങ്ങനെ വന്ന് തീരുമെന്ന്. അതാ ഞാൻ മിണ്ടാതെ നിന്നത്. ജനിച്ച അന്നു മുതൽ ഞാനിത് കാണുന്നതല്ലേ. പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, ഈ കോളനിയിൽ നിന്നല്ല ഈ ലോകത്ത് എന്റെ അച്ഛനെയും അമ്മയെയും പോലെ വേറെ ആരും ഉണ്ടാകില്ല. പോടി എന്ന് പറഞ്ഞ് ശ്രീലക്ഷ്മിയെ തമാശയ്ക്ക് അടിക്കുകയാണ് സുദർശൻ. അതിനുശേഷം ശ്രീലക്ഷ്മി രണ്ടുപേരുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അതിനുശേഷം ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ശ്രീലക്ഷ്മി അവിടെ നിന്നും പോവുകയാണ്. ശ്രീലക്ഷ്മി പോയ ശേഷം സങ്കടപ്പെടുകയാണ് സരോജം. സുദർശൻ ചോദിക്കുകയാണ്, എന്താ സരോജം, എന്തു പറ്റി? ഒന്നുമില്ല ശ്രീയുടെ അച്ഛ, എത്ര നാളുകൾക്ക് ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയധികം സന്തോഷത്തോടു കൂടി എല്ലാവരും ഒന്ന് സംസാരിച്ചത്. അതോർത്തപ്പോൾ എന്റെ കണ്ണു നിറഞ്ഞു പോയതാണ്, പ്രത്യേകിച്ചും ശ്രീയുടെ അച്ഛൻ. സുദർശൻ പറയാണ്, നമ്മുടെ മോളുടെ ജീവിതത്തിലെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്ന ദിവസമല്ലേ ഇന്ന്. ഒരു അച്ഛൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ചെയ്തു എന്നൊരു തോന്നൽ, അങ്ങനെ ഒരു തോന്നൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം തരുന്നുണ്ട്. ശരിയാ ശ്രീയുടെ അച്ഛ, നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഇത്ര നല്ല ഒരു ബന്ധം നമ്മുടെ മോളുടെ ഭാഗ്യമാണ്. ഒരച്ഛൻ എന്ന നിലയിൽ മോൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സമ്മാനം ഈ സമ്മതമാണ്. എന്റെ മോളുടെ സന്തോഷം മാത്രമേ ഇപ്പോൾ എന്റെ മുൻപിൽ ഉള്ളൂ. ഇന്ന് അവൾ എന്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ എന്റെ ചങ്ക് തകർന്നു പോയി. അതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ സൗകര്യപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയാണ്. ഈശ്വരൻ എനിക്കതിനുള്ള ശക്തിയും മനോബലവും തരും. സരോജം പറയണം, മതി മതി, ഇനി ഓരോന്ന് പറഞ്ഞ് കാട് കയറേണ്ട. നിങ്ങളിരിക്കെ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. സരോജമ്മ സുദർശനുള്ള ഭക്ഷണം എടുക്കാൻ അകത്തേക്ക് പോകുമ്പോൾ സുദർശൻ ഒരു ഫോൺ വരുന്നു. ഫോണുമായി സുദർശൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ശ്രീലക്ഷ്മി കത്തിച്ചു വെച്ച വിളക്കിലെ തിരി താഴെ വീണ് തുണിയിൽ കത്തുകയാണ്. സുദർശനുള്ള ഭക്ഷണവുമായി സരോജാമ്മ വരുമ്പോൾ അത് കാണുകയാണ്. അതുകൊണ്ട് സരോജാമ്മ ശ്രീടച്ച ഓടിവാ എന്ന് നിലവിളിക്കുകയാണ്. ഓടിവന്ന സുദർശൻ വെള്ളമൊഴിച്ച് ആ തീ അണയ്ക്കുകയാണ്. ഭയത്തോടെ സരോജാമ്മ ശ്രീടച്ച എന്ന് വിളിക്കുമ്പോൾ സുദർശൻ പറയുകയാണ്, നീ പേടിക്കാതെ, തീ അണച്ചല്ലോ, അതല്ല ശ്രീടച്ച, ഇതെന്തോ ആപത്തിന്റെ സൂചന പോലെ തോന്നുന്നു എനിക്ക്. ആപത്തോ? എന്താപത്ത്? പറയാനുള്ള ആപത്തുകളൊക്കെ വന്നുപോയല്ലോ. ഇന്നൊരു നല്ല ദിവസമായിട്ട് അഗ്നിബാധ ഉണ്ടായത് ലക്ഷണം അല്ല എന്നുള്ള ദുസൂചനയല്ലേ? ഇല്ലെങ്കിൽ ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. സരോജം, വിളക്കിൽ നിന്ന് തീ വീണ് പട്ട് കത്തിയതിന് ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊന്നും കാണേണ്ട. അല്ല ശ്രീടച്ച, മോള് കത്തിച്ചു വെച്ചിട്ട് പോയ വിളക്കല്ലേ, അതിന് നീ ഇതും പറഞ്ഞ് ഇന്നത്തെ ദിവസം കളയണ്ട. ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ നോക്ക്, ഞാൻ ആ പന്തലുകാരനെ ഒന്ന് വിളിക്കട്ടെ. അതിനുശേഷം സരോജം പറയുകയാണ്, എന്റെ കരിക്കോത്തിയമ്മേ, ഉള്ള സമാധാനം കൂടി പോയല്ലോ. വരാൻ പോകുന്ന എന്തിന്റെങ്കിലും സൂചന കാണിച്ചു തന്നതാണോ നീ? ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തെ ഇനിയും പരീക്ഷണങ്ങളിലേക്ക് വലിച്ചിടയ്ക്കരുത്. എന്റെ മനസ്സുരുകിയുള്ള പ്രാർത്ഥനയാണിത്. കരുണ കാണിക്കണം. പുറത്തേക്കിറങ്ങിയ സുദർശനും ചിന്തിക്കുകയാണ്, സരോജത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും സരോജം പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു. നടക്കാൻ പാടില്ലാത്ത ഈശ്വരനിശ്ചയം അല്ലാത്ത ഒന്നിനെ മനുഷ്യര് തമ്മിൽ കൂട്ടിക്കെട്ടാൻ നോക്കുന്നു. അതിന്റെ സൂചന ഈശ്വരനായിട്ട് കാണിച്ചു തന്നതാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലേക്ക് പോകുന്ന ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് ഈശ്വരിയമ്മ എത്തുകയാണ്. ദുർഗാമന്ത്രം പറഞ്ഞ ശേഷം ഈശ്വരിയമ്മ പറയുകയാണ്, മകളെ കണ്ടപ്പോൾ ഈ ദുർഗാമന്ത്രവും അതിന്റെ ലക്ഷണവും പറഞ്ഞതിന് ഒരു സാദൃശ്യം ഉണ്ട്. നിൻ മനമറിയാതെ ഒരാപത്ത് വന്ന് ഭവിക്കാൻ പോകുന്നു. അത് നിന്നെ പിന്തുടരുന്നു. നീയോ നിന്റെ ഗൃഹത്തിലോ ഉള്ളവർ മുഖേനയല്ലാതെ പ്രണയിക്കപ്പെടുന്ന പുരുഷഗൃഹത്തിലെ ചില ദുഷ്ടശക്തികൾ വഴിയാണ് അപകട പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ശ്രീലക്ഷ്മിയോട് ഈശ്വരിയമ്മ ചോദിക്കുകയാണ്, മനസ്സിലായില്ല അല്ലേ? പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായ 5-1 മുഖേന നിനക്കൊരു ആപത്ത് വരാൻ പോകുന്നു. പക്ഷേ ഇതിനകം ധാരാളം അഗ്നിപരീക്ഷണങ്ങളിൽ നിന്നും വിജയിച്ചു വന്ന നിനക്ക് ഈ തടസ്സങ്ങളെയും മറികടക്കാനാകും. എന്തു പരീക്ഷണങ്ങൾ എന്ന് ചോദിക്കുകയാണ് ശ്രീലക്ഷ്മി. ഇത് പ്രവചനാതീതം, എങ്കിലും അമ്മ പറഞ്ഞില്ലേ, പഞ്ചഭൂതങ്ങളാൽ പരീക്ഷണങ്ങൾ നിന്റെ പുറകെ തന്നെയുണ്ട്. ഇപ്പോൾ നീ ഏത് ക്ഷേത്രത്തിലേക്കാണോ ദർശനത്തിനായി പോകുന്നത്, ആ പരാശക്തി തന്നെ പരീക്ഷണങ്ങളുടെ സൂചനകൾ നിന്റെ ഗൃഹത്തിൽ അടയാളമായി കാണിച്ചിരിക്കുന്നു. മംഗളകർമ്മങ്ങളെല്ലാം അഗ്നിസാക്ഷിയായിട്ടാണ് നടത്താറുള്ളത്. എന്നിരുന്നാലും അഗ്നി അപകടകാരിയാണ്. വരാൻ പോകുന്ന ആപത്തിന്റെ സൂചനകൾ അഗ്നിയാൽ നശിക്കപ്പെട്ടാൽ അത് അനുഭവിച്ചു തന്നെ ആകണം. മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി സ്വസ്ഥമായുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപേയുള്ള അവസാന പരീക്ഷണം എന്ന നിലയിൽ അത് വളരെ കൈപ്പേറിയതും വേദനാജനകവും ആയിരിക്കും.
അതൊക്കെ കേട്ട് ആകെ ഭയപ്പെട്ടു നിൽക്കുകയാണ് ശ്രീലക്ഷ്മി. നീ ആരാണെന്നും നിന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും അറിയാത്ത ശത്രുക്കൾ, അതേപോലെ നാരീവേഷധാരിയായ ദുർബലകൾ നിന്നോട് തന്നെ പോരിനിറങ്ങും, നിന്നെ അപകടപ്പെടുത്തും. തുല്യമാംവിധം പരീക്ഷണങ്ങൾ ഏറെ ഉണ്ടാവും. ഓരോ ചുവടും സൂക്ഷിച്ചു വയ്ക്കുക. രക്ഷപ്പെടുമെങ്കിലും അനുഭവം കഠിനമായിരിക്കും. ചതിയും വഞ്ചനയും ഒക്കെ മുഖമുദ്രയായിട്ടുള്ളവർ നിന്റെ പിന്നാലെ തന്നെയുണ്ട്. നീ നിസ്സാരമെന്ന് കരുതിയവർ ദുർബലർ അല്ല. ബുദ്ധിയാലും ശക്തിയാലും അവർ എത്രയോ മടങ്ങ് മുകളിലാണ്. പ്രണയപര്യവസാനത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വിഘാതങ്ങൾ ഏറെയുള്ള ആ നാളുകളിലേക്ക് നടന്നെടുക്കുമ്പോൾ അമ്മ പറഞ്ഞതുപോലെ വഴിയിൽ അഗ്നിയുണ്ടാകും. അഗ്നിമുഖേന നാശവും നല്ലതും സംഭവിക്കും. പതറാതെ മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ട് വെച്ച് ചലിപ്പിക്കാതെ നേരിടുക തന്നെ വേണം. അമ്മ നിനക്ക് തുണയായിരിക്കും. ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തും വരേക്കും മനസ്സുരുകി പ്രാർത്ഥിക്കണം. ബാക്കിയെല്ലാം അവിടുന്ന് നടത്തി തരും. ഇപ്പോൾ മനോധൈര്യം മുറുകെ പിടിച്ച് മുന്നോട്ട് തന്നെ നീങ്ങുക. എല്ലാം നല്ലതായി തന്നെ വരും. അത്രയും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ഈശ്വരിയമ്മ. പിന്നീട് കാണിക്കുന്നത് GD ആണ്. GD പറയുകയാണ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. കയ്യിലിരുന്ന തോക്ക് മേശപ്പുറത്ത് വച്ച ശേഷം GD പറയാണ്, ഹലോ ഹലോ, ഞാൻ രവിചന്ദ്രവർമ്മൻ. എന്നെ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനായി നിങ്ങൾക്കെല്ലാം അറിയാം എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു രഹസ്യം ഉണ്ട്. ഞാനൊരു കൊലപാതകിയാണ്. യെസ്, ഐ ആം എ കോൾഡ് ബ്ലഡഡ് മർഡർ. എന്നെ പ്രേമിച്ച് വിവാഹം കഴിച്ച രാജനന്ദിനി എന്ന പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിൽ ഞാൻ തന്നെയാണ്. ആൻഡ് ദിസ് ഈസ് മൈ കൺവെൻഷൻ ഇൻ ഫ്രണ്ട് ഓഫ് മീഡിയ. ഇതെല്ലാം ഇത്രയും നാൾ മറച്ചു വെച്ച് നിങ്ങൾക്കിടയിൽ ഞാനൊരു നല്ല വ്യക്തിയായി അഭിനയിക്കുകയായിരുന്നു. ഇപ്പോഴെല്ലാം തുറന്നു പറഞ്ഞ് എന്റെ തെറ്റിന് ഞാൻ തന്നെ ശിക്ഷ വിധിക്കുകയാണ്. അതിനുശേഷം ഗുഡ് ബൈ എന്ന് പറഞ്ഞ് മേശപ്പുറത്തിരുന്ന തോക്കെടുത്ത് GD സ്വയം ശിരസിൽ വെച്ച് വെടിവെക്കാൻ മുതിരുകയാണ്. അന്നേരം അവിടേക്ക് രാജ്മോഹൻ എത്തുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.